വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സിന്ധു നദിയുടെ പോഷക നദികളാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ബ്രഹ്മപുത്രയും സിന്ധുവും രണ്ട് നദികൾ നമ്മൾ പഠിച്ചു. അപ്പൊ സിന്ധു നദി പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ജലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ് തുടങ്ങിയ 5 പോഷക നദികൾ ആർക്കുണ്ട്? സിന്ധു നദിക്കുണ്ടെന്ന്. ഈ ഓരോ പോഷക നദികളെ കുറിച്ചും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ അത്തരം കുറച്ച് ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യത്തെ നദി എന്ന് പറയുന്നത് ജലം എന്ന് പറയുന്നത് സിന്ധുവിന്റെ ഒരു പോഷക നദിയാണ്. ഈ ജലം നദി ഉത്ഭവിക്കുന്നത് വെരിനാഗ് ഗ്ലേസിയറിൽ നിന്നാണ്. അത് പഠിച്ചു വെക്കുക. എവിടെ നിന്നാണ്? വെരിനാഗ് ഗ്ലേസിയർ. ഈ വെരിനാഗ് ഗ്ലേസിയർ എവിടെയാ മക്കളെ? ജമ്മു കാശ്മീരിലാണ്. അപ്പൊ ജമ്മു കാശ്മീരിലെ വെരിനാഗ് ഗ്ലേസിയറിൽ നിന്ന് ഉത്ഭവിക്കുന്ന സിന്ധുവിന്റെ പോഷക നദിയാണ് ഏതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജലം എന്ന് പറഞ്ഞ. ഈ ജലം എന്ന് പറയുന്ന നദി പ്രാചീന കാലത്ത് വിതാസ്ത എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പൊ പണ്ട് കാലത്ത് വിതാസ്ത എന്ന് അറിയപ്പെട്ടിരുന്ന നദിയാണ് ജലം. അപ്പൊ ജലം നദിയുടെ ഉത്ഭവസ്ഥാനം ജമ്മു കാശ്മീരിലെ വെരിനാഗ് ഗ്ലേസിയർ ആണ്. ഈ ജമ്മു കാശ്മീരിലെ വെരിനാഗ് ഗ്ലേസിയറിൽ നിന്ന് ഉത്ഭവിക്കുന്ന സിന്ധുവിന്റെ പോഷക നദിയായ ജലം പ്രാചീന കാലത്ത് വിതാസ്ത എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. വിതാസ്ത എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. നമ്മൾ ഏൻഷ്യൻ ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കുമ്പോൾ അലക്സാണ്ടർ ചക്രവർത്തിയെ കുറിച്ച് പഠിക്കും. ഈ അലക്സാണ്ടർ ചക്രവർത്തി പോറസും തമ്മില് BC 326 ഒരു യുദ്ധം നടന്നിട്ടുണ്ട് എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. ആ യുദ്ധത്തിന്റെ പേര് ഹൈഡാസ്പസ് യുദ്ധം എന്നാണ്. എന്താ യുദ്ധം? ഹൈഡാസ്പസ് യുദ്ധം. ഇത് ഏത് നദീതീരത്താ നടന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ജലം നദീതീരത്ത് വെച്ച് നടന്നു എന്ന് വിശ്വസിക്കുന്ന പ്രശസ്തമായിട്ടുള്ള യുദ്ധമാണ് ഹൈഡാസ്പസ് യുദ്ധം. BC 326 അലക്സാണ്ടറും പോറസും തമ്മിൽ നടന്നിട്ടുള്ള യുദ്ധമാണ്. ഇനി ഉറി എന്ന് പറയുന്ന ഒരു ജലവൈദ്യുത പദ്ധതി ഉണ്ട്. ഉറി എന്ന് പറയുന്ന ഒരു ജലവൈദ്യുത പദ്ധതിയാണ്. ഈ ഉറി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ജലം നദിയിലാണ്. എവിടെയാണ്? ജമ്മു കാശ്മീരിലാണ് എന്നും കൂടി ഓർത്തു വെക്കുക. ഇനി അടുത്തത് നമ്മള് കാശ്മീരില് വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു തടാകമുണ്ട്. തടാകത്തിന്റെ പേര് വൂളാർ തടാകം എന്നാണ്. അപ്പൊ കാശ്മീരിലാണ് വൂളാർ തടാകം. ആ കാശ്മീരിലെ വൂളാർ തടാകത്തിലേക്ക് ഒഴുകിയെത്തുന്ന സിന്ധുവിന്റെ പോഷക നദിയാണ് ജലം. ക്ലിയർ ആയല്ലോ? ഇനി ജലം നദീ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായിട്ടുള്ള ഒരു പട്ടണമാണ് ശ്രീനഗർ. ഏതാണ്? ശ്രീനഗർ. ജലം നദീ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു പട്ടണമാണ് ഏത്? ശ്രീനഗർ. ഇത്രയേ ഉള്ളൂ ജലം നദിയെ കുറിച്ച് പഠിക്കാൻ. അപ്പൊ ജലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ് എന്ന് പറയുന്നത് 5 നമ്മുടെ സിന്ധുവിന്റെ പോഷക നദിയാണ്. ഈ 5 പോഷക നദികളും സരസ്വതിയും അതുപോലെ തന്നെ പിന്നെ ഏതാണ്? സിന്ധുവും കൂടെ കൂടുമ്പോഴാണ് സപ്ത സിന്ധു എന്നൊക്കെ പറയുന്നതെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ? അതില് ജലം നദിയെ കുറിച്ചാ പറയണേ. ജലം നദി ജമ്മു കാശ്മീരിലെ വെരിനാഗ് ഗ്ലേസിയറിൽ നിന്ന് ഉത്ഭവിക്കുന്നു. പ്രാചീന കാലത്ത് വിതാസ്ത എന്നറിയപ്പെട്ടിരുന്നു. അലക്സാണ്ടറും പോറസും തമ്മിൽ BC 326 നടത്തിയ ഹൈഡാസ്പസ് യുദ്ധം ജലം നദീ തീരത്താണ്. ജമ്മു കാശ്മീരിലെ ഉറി എന്ന് പറയുന്ന ജലവൈദ്യുത പദ്ധതി ജലം നദിയിലാണ്. ജമ്മു കാശ്മീരിലെ വൂളാർ തടാകത്തിലേക്ക് ഒഴുകിയെത്തുന്ന നദിയാണ് ജലം നദി. ഇനി ജലം നദീ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട പട്ടണമാണ് ശ്രീനഗർ. ഇനി അടുത്തത് ജലം കഴിഞ്ഞ അടുത്ത നദിയുടെ പേര് നമുക്ക് പഠിക്കാനുള്ളത് ചിനാബാണ്. ജലം കഴിഞ്ഞ അടുത്തത് എന്താണ്? ചിനാബാണ്. ചിനാബ് നദി ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ഹിമാലയത്തിലെ ബറാലാച്ചില. എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? ബറാലാച്ചില. ഹിമാലയത്തിലെ ബറാലാച്ചിലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് ഏത്? നമ്മുടെ ചിനാബ് നദി. പണ്ട് കാലത്ത് ചിനാബ് അറിയപ്പെട്ടിരുന്നത് അസ്കിനി എന്നാണ്. അപ്പൊ അസ്കിനി എന്ന പ്രാചീന കാലത്ത് അറിയപ്പെട്ടിരുന്ന നദിയാണ് ചിനാബ്. അപ്പൊ ചിനാബിന്റെ പണ്ടത്തെ പേരെന്താണ്? അസ്കിനി എന്നാണ്. ഇനി ചിനാബിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായിട്ടുള്ള ഡാമുകൾ ഒന്ന് പഠിച്ചേ. ബഗ്ലിഹാർ അണക്കെട്ട്, ജമ്മു കാശ്മീരിലെ ബഗ്ലിഹാർ അണക്കെട്ട്. ദുൽഹസ്തി ജലവൈദ്യുത പദ്ധതി, ദുൽഹസ്തി അണക്കെട്ട്, ദുൽഹസ്തി ജലവൈദ്യുത പദ്ധതി, അതുപോലെ തന്നെ ബഗ്ലിഹാർ അണക്കെട്ട്, ബഗ്ലിഹാർ ജലവൈദ്യുത പദ്ധതി. ഇതൊക്കെ എവിടെയാണ്? ജമ്മു കാശ്മീരിലാണ്. ഏത് നദിയിലാണ്? ചിനാബ് നദിയിലാണ്. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്.
എന്നാണ്. അപ്പൊ ചിനാബ് ഹിമാലയത്തിലെ ബറാലാച്ചില, ബാലന്റെ ബായാണ്, ബറാലാച്ചില എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഉത്ഭവിക്കുന്നു. പ്രാചീന കാലത്ത് അസ്കിനി എന്നറിയപ്പെടുന്നു. ബഗ്ലിഹാർ, അതുപോലെ തന്നെ എന്താണ്, ദുൽഹസ്തി എന്ന് പറയുന്ന ജലവൈദ്യുത പദ്ധതികളും ഡാമുകളൊക്കെ കാണപ്പെടുന്നത് ചിനാബ് നദിയിലാണ്. ചിനാബ് നദിക്ക് രണ്ട് പോഷക നദിയുണ്ട് ഇത്രേ, ചന്ദ്രയും ബാഗയും. അപ്പൊ ചന്ദ്ര അതുപോലെ തന്നെ ബാഗ എന്നിവ ചിനാബിന്റെ പോഷക നദികളാണ്. ചന്ദ്ര, ബാഗ എന്നിവ ചിനാബിന്റെ പോഷക നദികളാണ്. ജലം ചിനാബ് കഴിഞ്ഞാൽ അടുത്തത് നമുക്ക് പഠിക്കാനുള്ള നദി രവിയാണ്. രവിയുമായിട്ട് ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത്, അതായത് ഒന്ന് ചോദിക്കാറുള്ളത് ഐരാവതി. പണ്ട് കാലത്ത് ഐരാവതി എന്ന അത്രേ രവിയുടെ പേര്. ഐരാവതി എന്ന പേരിൽ അറിയപ്പെടുന്ന നദിയാണ് ഏത്, രവി. അപ്പൊ പണ്ടത്തെ രേഖകളിലൊക്കെ, പ്രാചീന കാലത്തെ രേഖകളിൽ ഐരാവതി എന്ന് പരാമർശിക്കുന്ന നദിയാണ് രവി. പരുഷ്ണി എന്നൊരു പേരുള്ള നദി കൂടിയാണ് രവി. എന്താണ് പരുഷ്ണി? പരുഷ്ണി എന്നും ആർക്ക് പേരുണ്ട്? രവിക്ക് പേരുണ്ട്. ഇനി രവിയെ ലാഹോറിലെ നദി എന്നും വിളിക്കുന്നു. എന്താണ് ലാഹോറിലെ നദി? അപ്പോ ലാഹോറിലെ നദി, പരുഷ്ണി നദി, ഐരാവതി നദി, ഇതൊക്കെ ഏത് നദിയാണ്? രവിയാണ്. ഈ ലാഹോറിലെ നദി, ലാഹോർ എന്താ പറയുന്നത്, രവി നദീ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു പട്ടണം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏത് പറയണം? ലാഹോർ പറയണം കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ലാഹോറിലെ നദി എന്നൊക്കെ ഇതിനെ വിളിക്കണം. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ മെഡീവൽ ഇന്ത്യ പഠിക്കുമ്പോൾ ജഹാംഗീർ ചക്രവർത്തി, മുഗൾ രാജാവായ ജഹാംഗീറിനെയും അതുപോലെ തന്നെ നൂർജഹാനെയും ഒക്കെ കുറിച്ച് നമ്മൾ പഠിക്കാറുണ്ട് അല്ലെ. ഈ നൂർജഹാന്റെയും ജഹാംഗീറിന്റെയും ഒക്കെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് രവി നദിയുടെ തീരത്താണെന്നും കൂടി നിങ്ങൾ വെക്കണം. ഇപ്പൊ രവി പ്രാചീന കാലത്ത് ഐരാവതി എന്നും പരുഷ്ണി എന്നൊക്കെ അറിയപ്പെട്ടിട്ടുണ്ട്. ലാഹോറിലെ നദി എന്ന് വിളിക്കുന്നു. ലാഹോർ നദീതീരത്ത്, രവി നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട പട്ടണമാണ് ലാഹോർ. ജഹാംഗീർ, നൂർജഹാൻ തുടങ്ങിയ മധ്യ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന പ്രശസ്തരായിട്ടുള്ള വ്യക്തികളുടെ ശവകുടീരം ഏത് നദിയുടെ തീരത്താണ്? രവി നദിയുടെ തീരത്താണ്. അടുത്തത് നോക്കൂ, അടുത്ത നദിയുടെ പേര് ബിയാസ് എന്നാ പറയണേ. അടുത്ത ജലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ്, അങ്ങനെയാണ് അല്ലെ. അപ്പൊ ബിയാസ് എന്താണ്? ബിയാസിന്റെ പ്രത്യേകത, ബിയാസ് ഉത്ഭവിക്കുന്നത് റോഹ്താങ് എന്ന് പറയുന്ന ചുരത്തിൽ നിന്നാണ്. റോഹ്താങ് എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു? റോഹ്താങ് എന്ന് പറയുന്ന ചുരത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് ബിയാസ്. ബിയാസ് റോഹ്താങ് എന്ന് പറയുന്ന നദിയിൽ നിന്നും ചുരത്തിൽ നിന്നും ഉത്ഭവിക്കുന്നു. പണ്ട് കാലത്ത് വിപാസ എന്നറിയപ്പെട്ടിരുന്നു. പണ്ട് കാലത്ത് ബിയാസ് അറിയപ്പെട്ടിരുന്നത് ഏത് പേരിലാണ്? വിപാസ എന്ന പേരിലാണ്. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിന്റെ പോഷക നദി നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു. പൂർണ്ണമായും ഇത് എവിടെയാ ഒഴുകണേ? പൂർണ്ണമായും ഇന്ത്യയിലാണ് ഒഴുകണേ. പൂർണ്ണമായും ഇന്ത്യയിൽ ഒഴുകുന്ന സിന്ധുവിന്റെ പോഷക നദിയാണ്. ഇനി വേദങ്ങളിൽ ഋഗ്വേദം, സാമവേദം, യജുർവേദം, അഥർവവേദം എന്ന 4 വേദങ്ങൾ ഉണ്ടെന്നും 5ാമത്തെ വേദം എന്ന് വിശേഷിപ്പിച്ച് പറയുന്നത് മഹാഭാരതയാണെന്നും ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാ. അപ്പോ ഈ വേദങ്ങളുണ്ടല്ലോ, അർജി കുജ, വേദങ്ങളിൽ അർജി കുജ, ശ്രദ്ധിക്കുക, അർജി കുജ എന്ന് പരാമർശിക്കുന്ന നദി കൂടിയാണ് ബിയാസ്. വേദങ്ങളിൽ അർജി കുജ എന്ന് പരാമർശിക്കുന്ന നദിയാണ്. ഇനി അടുത്തത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് താഴ്വരകൾ നമ്മൾ പഠിക്കും, നമ്മുടെ ജോഗ്രഫി പഠിക്കുമ്പോൾ. അതിൽ പ്രധാനപ്പെട്ടതിൽ താഴ്വരയാണ് കുളു താഴ്വര, അതുപോലെ തന്നെ മണാലി എന്ന് പറയുന്ന താഴ്വര. ഈ കുളു, അതുപോലെ മണാലി എന്നീ താഴ്വരകളോടെയൊക്കെ ഒഴുകണ നദിയാണ് ഏത്? ബിയാസ്. ഇനി അടുത്തത് ബിയാസ് നദിയിൽ സ്ഥിതി ചെയ്യുന്ന വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു അണക്കെട്ടിന്റെ പേര് പോങ് അണക്കെട്ട് എന്നാണ്. അപ്പൊ ബിയാസ് നദിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായിട്ട് അണക്കെട്ട് ഏതാണ്? പോങ് അണക്കെട്ടാണ്. സിന്ധുവിന്റെ ഏറ്റവും ചെറിയ പോഷക നദിയാണ്. അത് നമ്മൾ ഇന്നലെ പഠിച്ചത്. ആ ചെറിയ പോഷക നദിയാണ്. അപ്പോ റോഹ്താങ് ചുരത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന സിന്ധുവിന്റെ പോഷക നദിയാണ് ബിയാസ്. പണ്ട് കാലത്ത് വിപാസ എന്നറിയപ്പെട്ടിരുന്നു. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിന്റെ പോഷക നദിയാണ്. ഏറ്റവും ചെറിയ സിന്ധുവിന്റെ പോഷക നദിയാണ്. വേദകാലത്ത് അർജി കുജ എന്നറിയപ്പെട്ടിരുന്ന നദിയാണ്. കുളു മണാലി താഴ്വരകളിലൂടെ ഒഴുകുന്ന നദിയാണ്
ഇനി ബിയാസ് നദിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട അണക്കെട്ടാണ് പോങ് അണക്കെട്ട്. ബിയാസ് കഴിഞ്ഞ അടുത്ത നദിയുടെ പേര് ഏതാ നമുക്ക് പഠിക്കാളെ? സത്ലജ് എന്ന് പറയുന്ന നദി അല്ലെ. അപ്പൊ സത്ലജ് നദിയെ കുറിച്ച് പറയൂ. സത്ലജ് നദി ടിബറ്റിലെ, എവിടത്തെ? ടിബറ്റിലെ രക്ഷസ്ഥൽ തടാകത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു. രക്ഷസ്ഥൽ, ടിബറ്റിലെ രക്ഷസ്ഥൽ തടാകത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് സത്ലജ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്ന സിന്ധുവിന്റെ പോഷക നദി, കൂടുതൽ ദൂരം ഒഴുകുന്ന സിന്ധുവിന്റെ പോഷക നദിയാണ് സത്ലജ് അല്ലെ. കൂടുതൽ ദൂരം ഒഴുകുന്നു. സത്ലജ് നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന പ്രസിദ്ധമായിട്ടുള്ള ഡാമിന്റെ പേരെന്താണ്? പ്രസിദ്ധമായിട്ടുള്ള അണക്കെട്ടാണ് ബക്രാനങ്കൽ അണക്കെട്ട്. അണക്കെട്ടിന്റെ പേര് ബക്രാനങ്കൽ. എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറില്ല എന്താണെന്നറിയോ? ബക്രാനങ്കൽ അണക്കെട്ട് ഏത് നദിയിലാണ്? സത്ലജ് നദിയിലാണ്. ബക്രാനങ്കൽ അണക്കെട്ടിലെ ജലസംഭരണിക്ക് പേരുണ്ട്. ജലസംഭരണിയെ നമ്മൾ ഗോവിന്ദ് സാഗർ എന്ന് വിളിക്കുന്നു. ബക്രാനങ്കൽ അണക്കെട്ടിലെ ജലസംഭരണിയാണ് ഗോവിന്ദ് സാഗർ. എന്താണ്? ഗോവിന്ദ് സാഗർ. പണ്ട് കാലത്ത് ശതാദ്രു എന്നാണ് സത്ലജ് അറിയപ്പെട്ടിരുന്നത്. ചിലയില് ശതദ്രി എന്നൊക്കെ കാണാറുണ്ട്. രണ്ടും ഒക്കെ ഒന്ന് തന്നെയാണ് കേട്ടോ. ശതദ്രു അല്ലെങ്കിൽ ശതാദ്രി എന്നൊക്കെ പറയുന്നുണ്ട്. സത്ലജിന്റെ പതനം ചിനാബ് നദിയിലാണ്. ഇത് പതിക്കുന്നത് എവിടെയാണ്? ചിനാബിൽ ചെന്നു പതിക്കുന്നു. എവിടെ പതിക്കുന്നു? ചിനാബിൽ ചെന്നു പതിക്കുന്നു. അപ്പൊ ഒന്ന് പറഞ്ഞേ നിങ്ങള്. ബിയാസ് റോഹ്താങ് ചുരത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു. വിപാസ എന്നറിയപ്പെട്ടിരുന്നു. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന നദിയാണ്. ഏറ്റവും ചെറിയ സിന്ധുവിന്റെ പോഷക നദിയാണ്. വേദങ്ങളിൽ അർജി കുജ എന്ന് വിളിക്കുന്നു. കുളു മണാലി താഴ്വരകളിലൂടെ ഒഴുകുന്നു. പോങ് എന്ന് പറയുന്ന അണക്കെട്ട് ബിയാസിലാണ്. സത്ലജ് ടിബറ്റിലെ രക്ഷസ്ഥലിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ശതദ്രു എന്ന് പ്രാചീന കാലത്ത് അറിയപ്പെട്ടിരുന്നു. കൂടുതൽ ദൂരം ഒഴുകുന്ന സിന്ധുവിന്റെ പോഷക നദിയാണ് സത്ലജ്. ബക്രാനങ്കൽ അണക്കെട്ട് സത്ലജ് നദിയിലാണ്. ബക്രാനങ്കൽ അണക്കെട്ടിലെ ജലസംഭരണിക്ക് ഗോവിന്ദ് സാഗർ എന്നാണ് പേര്. സത്ലജ് നദി പതിക്കുന്നത് എവിടെയാണ്? ചിനാബിലാണ്. സത്ലജ് നദി പതിക്കുന്നത് എവിടെയാണ്? ചിനാബിലാണ്. ഇത്രയും കാര്യം ക്ലിയർ ആയോ മക്കളെ? അപ്പൊ ഇതാണ് ജലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ് തുടങ്ങിയ സിന്ധുവിന്റെ 5 പോഷക നദികൾ. ഏതാണ്? ഒന്ന് ജലം അല്ലെ. അടുത്തത് എന്താണ്? ചിനാബ്. ജലം, ചിനാബ്. അടുത്തത് ഏതാണ്? രവി. ജലം, ചിനാബ്, രവി. ജലം, ചിനാബ്, രവി. അടുത്തത് 4th വൺ ബിയാസ്. 5th വൺ സത്ലജ്. ഇതിന്റെ കൂടെ ഏത് കൂടാണ്? 2 കൂടെ കൂടും. ഒന്ന് സിന്ധു കൂടും. അടുത്തത് 7ാമത്തത് സരസ്വതിയും കൂടെ കൂടും. ഈ സിന്ധുവും സരസ്വതിയും കൂടെ കൂടുമ്പോ അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു എന്നാ പറഞ്ഞേ? സപ്ത സിന്ധു എന്ന് വിളിക്കുന്നു എന്നും കൂടെ പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ? ഇത്രയാണ് സിന്ധു നദിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോഷക നദികളുടെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുള്ളത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ടീച്ചറുടെ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യൂ. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ടീച്ചർ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും.